അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫോം പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബോക്സ് പറഞ്ഞൊരു ഡിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബോക്സ് പറഞ്ഞ ക്ലാസ് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ സ്റ്റൈൽസിൽ ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് റീസെറ്റ് ചെയ്യാനുള്ള സ്റ്റൈൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ഡോട്ട് ബോക്സിനെ ഒന്ന് റെഫറൻസ് ചെയ്യുക. ഡോട്ട് ബോക്സിനെ നമ്മൾ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഹൈറ്റ് 100 പിക്സൽസ് ഹൈറ്റ് എന്നാണ്, അതേപോലെ വിഡ്ത്ത് 100 പിക്സൽസ്, ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ നമുക്ക് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പൊസിഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാം. പൊസിഷൻ ആബ്സല്യൂട്ട് ടോപ്പ് 0 ലെഫ്റ്റ് 0 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡ് ബോക്സ് കാണാം ടോപ്പിലിരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊരു മാർജിൻ കൊടുക്കണതാണ് നല്ലത്. അപ്പോൾ ടോപ്പ് 10 പിക്സൽസും ലെഫ്റ്റ് 10 പിക്സൽസും കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബോക്സ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫോം പ്രോപ്പർട്ടിക്ക് ഇങ്ങനത്തെ കുറേ വാല്യൂസ് ഉണ്ട്. സ്കെയില്, അതേപോലെ ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് എക്സ് ചെയ്യാം. അതാവുമ്പോൾ എക്സ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ മൂവ് ചെയ്യും. അതായത് ട്രാൻസ്ലേറ്റ് എക്സ് 100 പിക്സൽസ് എന്ന് കൊടുത്താൽ എക്സ് ഡയറക്ഷനിൽ 100 പിക്സൽസ് മൂവ് ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാം ഈ ബോക്സ് എക്സ് ഡയറക്ഷനിൽ 100 പിക്സൽസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിന് പകരം ഇവിടെ വൈ എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് വൈ ഡയറക്ഷനിൽ 100 പിക്സൽസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് രണ്ടിനും പകരം നമുക്ക് ട്രാൻസ്ലേറ്റ് എന്ന് മാത്രം കൊടുത്താൽ നമുക്ക് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിൽ ഫസ്റ്റത്തെ എക്സ് ഡയറക്ഷനും സെക്കൻഡത്തെ വൈ ഡയറക്ഷനും ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എക്സ് ഡയറക്ഷനിൽ 100 പിക്സൽസും വൈ ഡയറക്ഷനിൽ 100 പിക്സൽസും മൂവ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ബോക്സ്. അതേപോലെ തന്നെ ഇതിലുള്ള വേറൊരു പ്രോപ്പർട്ടിയാണ് റൊട്ടേറ്റ്. നമ്മൾ റൊട്ടേറ്റിൽ നമുക്ക് ഇപ്പോൾ 30 ഡിഗ്രി എന്ന് കൊടുത്താൽ നമ്മുടെ ബോക്സ് ഒരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ 60 ഡിഗ്രി കൊടുത്താൽ ബോക്സ് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് പറഞ്ഞത് യൂസ് ചെയ്യാം. അതേപോലെയുള്ളത് സ്കെയില് പറഞ്ഞാൽ നമ്മളിതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ 2 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈംസ് ബിഗർ ആയിട്ടുണ്ടാവും നമ്മുടെ ബോക്സ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 100%, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ആ വിഡ്ത്തും ഹൈറ്റും തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 0.8% ഒക്കെയാണ്, അല്ല 0.8 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 80% ഹൈറ്റാണ് ഉണ്ടാവുള്ളൂ. കണ്ടോ, ഒന്നുകൂടി ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് 1.2 കൊടുത്താൽ 1.2 ടൈംസ് സ്കെയിൽ ചെയ്യാം. അങ്ങനെ സ്കെയിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആനിമേഷനാണ്. CSS ആനിമേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പലതരത്തിലുള്ള എങ്ങനത്തെ അനിമേഷൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം ഒരു ആനിമേഷൻ നെയിം ഉണ്ടാവും. ആനിമേഷൻ നെയിം നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അത് നമ്മളതിന് നെയിം ചെയ്യാണ്. അപ്പോൾ നമുക്കിപ്പോൾ മൈ ആനിം എന്ന് കൊടുക്കാം. ജസ്റ്റ് എന്ത് നെയിം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതേപോലെ ആനിമേഷന് ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പോൾ ആനിമേഷൻ ഡ്യൂറേഷൻ നമുക്കിപ്പോൾ ജസ്റ്റ് 1 സെക്കൻഡ് കൊടുക്കാം. 1 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള ഒരു ആനിമേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ആനിമേഷന് ഡയറക്ഷൻ ഉണ്ടാവും. ആനിമേഷൻ ഡയറക്ഷൻ ഇപ്പോൾ നമുക്ക് ലീനിയർ എന്ന് കൊടുക്കാം. അതായത് ലീനിയർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അത് നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നുള്ളത് ആനിമേഷൻ ഇറ്ററേഷൻ കൗണ്ടാണ്. അതായത് എത്ര പ്രാവശ്യം ആനിമേഷൻ ഇറ്ററേറ്റ് ചെയ്യണം, അതായത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു 3 കൊടുക്കുക. അതായത് 3 ടൈംസ് ആനിമേഷൻ റിപ്പീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് സേവ് ചെയ്തിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആനിമേഷൻ ഒന്നും ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനിമേഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല.
എന്താണ് അനിമേഷൻ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മളൊരു നെയിം കൊടുത്തു, പക്ഷെ അത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിന് നമ്മൾ അറ്റ് കീ ഫ്രെയിംസ് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത നെയിം, അനിമേഷൻ നെയിം, ഇത് നമ്മൾ ഇവിടെ കൊടുക്കുക. മൈ അനിം എന്ന് കൊടുത്തത് മൈ അനിം. ഇനി കേളി ബ്രേസസിനുള്ളിൽ നമ്മൾ ഫ്രം എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കേളി ബ്രേസസിനുള്ളിൽ നമ്മളൊരു ഫ്രം സ്റ്റേറ്റും ടു സ്റ്റേറ്റും ഡിഫൈൻ ചെയ്യണം. അതായത് ഫ്രം ടു അനിമേഷൻ എവിടെ നിന്ന് എവിടേക്ക് എന്നുള്ള ലെവലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പൊസിഷൻ ആബ്സല്യൂട്ട് ഇതിൽ കൊടുത്തതാണ്, അപ്പോൾ ഇതിന് മുകളിലാണ് അപ്ലൈ ആവുക. ഇപ്പോൾ ഫ്രം നമുക്ക് ടോപ്പ് 10 പിക്സൽസും ലെഫ്റ്റ് 10 പിക്സൽസ് എന്നും പോവാം, അങ്ങനെ ചെയ്യാം. അപ്പം ടു എവിടേക്കാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു ടോപ്പ് 80% ലെഫ്റ്റ് 80% കൊടുക്കാം. ഇനി നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ ബ്രൗസർ എടുത്ത് നോക്കിയാൽ ഇതിങ്ങനെ അനിമേറ്റ് ആവുന്നുണ്ട്. അതായത് ഈ 10 പിക്സൽസ് നിന്ന് ടോപ്പ് 80 ലെഫ്റ്റ് 80ക്ക് വരുന്നുണ്ട്. നമ്മൾ റിഫ്രഷ് ചെയ്താൽ നമുക്ക് കാണാൻ വീണ്ടും അനിമേറ്റ് ചെയ്യുന്നത്. അത് 3 പ്രാവശ്യം അനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനിമേഷൻ തീർന്നു. പിന്നെ അത് അവിടെ തന്നെ വന്ന് നിൽക്കും, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ വന്ന് നിൽക്കും. 3 പ്രാവശ്യമാണ് നമ്മളിവിടെ ഇറ്ററേഷൻ കൗണ്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 3 പ്രാവശ്യം അനിമേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് അനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻഫൈനൈറ്റ് എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പം നമ്മൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അനിമേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇനി ഇതിൽ നമുക്ക് വേറൊരു സുഖമുള്ളത്, അതായത് ഈ ആനിമേഷൻ ഈ 4 വരി എഴുതുന്നതിന് പകരം നമുക്കിത് ഒറ്റ വരിയിൽ ഒതുക്കാം. അതായത് മൈ അനിം എന്നുള്ള നമ്മുടെ അനിമേഷൻ്റെ പേര്, അനിമേഷൻ ഡ്യൂറേഷൻ, പിന്നെ ഡയറക്ഷൻ, പിന്നെ അതിൻ്റെ ഇറ്ററേഷൻ കൗണ്ട്, അത് നമ്മൾ ഒറ്റ വരിയിൽ ഇങ്ങനെ അനിമേഷൻ എന്നുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂസ് ആയിട്ട് കൊടുത്താൽ സെയിം എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇപ്പോഴും നമ്മുടെ അനിമേഷൻ ഇങ്ങനെ വർക്ക് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇനി ഈ അനിമേഷൻ ഒന്നുകൂടി നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രം ടു എന്ന് എഴുതുന്നതിന് പകരം പെർസെൻറ്റേജ് യൂസ് ചെയ്യും. അതായത് 0%. അനിമേഷൻ 0% പ്രോഗ്രസ് ആവുന്ന ടൈമിൽ ഉള്ള വാല്യൂസ് ആണ് ഇത്. അതായത് അനിമേഷൻ തുടങ്ങുന്ന ടൈമിൽ ഈ 2 എന്നുള്ളതിന് പകരം നമുക്ക് 100% കൊടുക്കാം. അപ്പോൾ അതായത് അനിമേഷൻ എൻഡ് ചെയ്യുമ്പോഴുള്ള പൊസിഷനും വാല്യൂസൊക്കെയാണ് ഇത്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഒരു 50% ഉള്ളതിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ 30% കൊടുക്കാം. അങ്ങനെ ഓരോ പെർസെൻറ്റേജിലും ആ അനിമേഷൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ അനിമേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ 50%-ന് ഞാൻ ടോപ്പ് 10 പിക്സൽസും ലെഫ്റ്റ് 80% കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കാണാം ഈ ബോക്സ് ഇവിടെ പോയിട്ട് പിന്നെ അടിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് ഈ റൈറ്റ് സൈഡിൽ എത്തുന്നത് 50% ആകുമ്പോഴാണ്. അതായത് ഇപ്പോൾ 1 സെക്കൻഡ് അല്ല അനിമേഷൻ, അപ്പോൾ 0.5 സെക്കൻഡ് ആകുമ്പോഴത്തേന് അത് ഇവിടെ എത്തും റൈറ്റ് സൈഡിൽ. എന്നിട്ട് 1 സെക്കൻഡിനുള്ളിൽ ഈ മൊത്തം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇത്. അങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ പലതരത്തിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതായത് നമുക്ക് ട്രാൻസ്ഫോം ഇതിനുള്ളിൽ കൊടുക്കാം. ട്രാൻസ്ഫോം റൊട്ടേറ്റ് 50 ഡിഗ്രി കൊടുത്തു. ഇനി അത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ട്രാൻസ്ഫോം റൊട്ടേറ്റ് 0 ഡിഗ്രി തന്നെ ആവണം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക. അതായത് അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് 0 ഡിഗ്രി കൊടുക്കുക. അതായത് അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ 0 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങും, 50% ആകുമ്പോഴത്തേന് 50 ഡിഗ്രി തിരിയും, പിന്നെ 100% ആകുമ്പോഴത്തേന് പിന്നെയും 0യിലേക്ക് തിരിച്ച് കറങ്ങും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വിസിബിൾ ആവുകയാണെങ്കിൽ 360 ഡിഗ്രി കൊടുക്കാം. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനിമേഷൻ്റെ ടൈം ഒന്നുകൂടി കൂട്ടാം, ഒന്നുകൂടി നേരെ മനസ്സിലാവും. ഇപ്പോൾ 4 സെക്കൻഡ് നോക്കാം. ഇപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പിന്നെ 360 ഡിഗ്രി തിരിച്ചും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ കളേഴ്സും എല്ലാതും നമുക്ക് അനിമേഷനിൽ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട്
റെഡ്, ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ, ഇനി ലാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ഗ്രീൻ കൊടുക്കുക. ഇപ്പൊ നമുക്ക് കാണാം ഇത് കളർ കണ്ടോ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം റെഡിന്ന് ബ്ലൂ ആയി, ബ്ലൂന്ന് യെല്ലോ ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതായത് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അനിമേറ്റ് ചെയ്യിപ്പിക്കാം. ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അനിമേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇനി കൂടുതൽ സംഭവങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.